എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവർക്കും ഗണതന്ത്ര ദിവസ ആശംസകൾ. വളരെ സുന്ദരമായ ഒരു ദിവസമാണ്. നമ്മുടെ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്ര പരമാധികാരം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ഭരണഘടന നിലവിൽ വന്ന ദിവസം. അങ്ങനെ ഒരു ദിവസം സംസാരിക്കാനായിട്ട് ഇവിടെ എത്തുന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. കാരണം ഭരണഘടന എല്ലാവർക്കും ഉറപ്പുവരുത്തുന്ന ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ എത്രത്തോളം തുല്യമാണ്, തുല്യമായി നടപ്പാക്കപ്പെടുന്നുണ്ട്, തുല്യമായി സ്വീകരിക്കപ്പെടുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും അനീതി എവിടെയെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ അത് എത്രത്തോളം തിരുത്തപ്പെടാനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ ചിന്തിക്കാവുന്ന ഒരു ദിവസമാണ്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഇവിടെ മള്ളിയൂരിലെത്തുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യം എത്തിയത്. ഞാനൊരു ആധ്യാത്മിക പ്രഭാഷകനോ മതപ്രഭാഷകനോ ആത്മീയ പ്രഭാഷകനോ അല്ല. എങ്കിലും എന്തുകൊണ്ടാണ് അന്നിങ്ങനെ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയത് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നിവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കൂ. സന്തോഷം. റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പ്രഭാഷകനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കുറച്ച് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. കാരണം അന്ന് കേട്ടതൊന്നും ഇന്ന് പറയാനും പാടില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാം എന്ന് ശ്രമിക്കുന്നു. കഴിഞ്ഞ വർഷം എത്തിച്ചേരാൻ സാധിച്ചില്ല. ഈ 2 വർഷങ്ങൾക്കകം കുറേയധികം സംഭവങ്ങൾ നടന്നിട്ടുമുണ്ട്. ഞാൻ ചെറുപ്പകാലം മുതൽ പത്രത്തിൽ ഈ മള്ളിയൂരിലെ ഐക്കോണിക്കായിട്ടുള്ള ഈ വിഗ്രഹത്തിൻ്റെ രൂപം, ആ ചിത്രം, അത് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ വലിയൊരു കൗതുകം തോന്നിയിരുന്നു മള്ളിയൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യമായിട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്ഷണം കിട്ടുമ്പോൾ അരനിമിഷം പിന്നെ ചിന്തിക്കാതെ ഇങ്ങോട്ട് എത്തുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു ആദ്യത്തെ കൗതുകം. അതിനുശേഷം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ മറ്റോ ഒരു ആത്മീയ പ്രഭാഷണത്തിനോ ആധ്യാത്മിക സംഭാഷണത്തിനോ ഒന്നും തന്നെ പോയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വീടിനടുത്തുള്ള 1-2 സ്ഥലങ്ങളിൽ ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം. അതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പേരിൽ, നാട്ടുകാരൻ എന്ന പേരിലുള്ള സൗഹൃദത്തോടു കൂടിയിട്ടുള്ള ഒരു ക്ഷണമാണ്. പക്ഷേ മള്ളിയൂരിൽ 2 വർഷം മുമ്പ് നടത്തിയിരുന്ന പ്രഭാഷണത്തിൻ്റെ വീഡിയോ യൂട്യൂബിലുള്ളത് കൊണ്ട് ഇന്നലെ കൂടി ഒരു ക്ഷേത്രത്തിലേക്ക് പ്രഭാഷണത്തിനുള്ള ക്ഷണം കിട്ടി. പല ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളുടെ പേര് പോലും എനിക്ക് മുമ്പ് അറിയുമായിരുന്നില്ല. ആ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളുടെ പേര് പോലും ഇവർ ക്ഷണിക്കുന്ന സമയത്താണ് പലയിടത്തും അറിയുന്നത്. കാരണം നമുക്കറിയാം, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുള്ള ഒരു ഭൂമിയാണ് നമ്മുടേത്. അപ്പോൾ മള്ളിയൂർ എന്ന് പറയുന്ന ഈ ഒരു വേദിയുടെ, ഈ മഹാഗണപതിയുടെ സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വീകാര്യത കൂടിയായി ഞാൻ ആ ക്ഷണങ്ങളെ ഒക്കെ കാണുകയാണ്. ഒരു 300-ലധികം ക്ഷേത്രങ്ങളിൽ നിന്നെങ്കിലും ഈ 2 വർഷത്തിനകം ക്ഷണം ലഭിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. പക്ഷേ ജോലി തിരക്ക് കാരണം നേരത്തെ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പല പരിപാടികൾ കാണണം. അതിൽ പങ്കെടുക്കാൻ പറ്റിയിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം ഏതാണ്ട് 0. പക്ഷേ മള്ളിയൂരിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ ഓടി വരും. കാരണം ആ ഒരു ഇമ്പാക്റ്റ് അതിനാണുള്ളത് എന്നുള്ളതിനെപ്പറ്റി തിരിച്ചറിഞ്ഞ ഒരാൾ കൂടിയാണ് ഞാൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിപ്പീറ്റ് ഓഡിയൻസ് ഒരു സ്ഥലത്ത് വരണമെങ്കിൽ പ്രഭാഷകനെ മാത്രം നോക്കിയാവില്ല. അവിടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങൾ, അവിടെ എത്രത്തോളം ആതിഥേയത്വം ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അതിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളോട് ഉണ്ടാകുന്നു എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമുണ്ട്. 2 വർഷം മുമ്പ് കണ്ട രീതിയിലുള്ള ഒരു സെറ്റപ്പ് അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് കൂടുതൽ ഒരു എലവേറ്റഡ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ അങ്ങേയറ്റത്തെ സന്തോഷം ആദ്യം തന്നെ പറയുകയാണ്. മള്ളിയൂർ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അതിൻ്റെ പേരിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാം.
ഭരണഘടനയെപ്പറ്റി, ഭരണഘടന നൽകുന്ന അവകാശങ്ങളെപ്പറ്റി, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെപ്പറ്റി, ആചാരങ്ങൾ പിന്തുടരുന്നതിനുള്ള അവകാശത്തെപ്പറ്റി, മൗലികാവകാശങ്ങളെപ്പറ്റി, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെപ്പറ്റി, ഭരണഘടന അധിഷ്ഠിതമായിട്ടുള്ള അവകാശങ്ങളെപ്പറ്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ കേവലം ഇങ്ങനെ സംസാരിച്ച് പോകുക എന്നതിനപ്പുറത്തേക്ക് എനിക്ക് കൂടുതൽ താല്പര്യം ഇൻ്ററാക്റ്റീവായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അങ്ങനെ സംവദിക്കാൻ ഈ ഒരു അവസരത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് പരിമിതികളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയും ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം ഞാൻ കൂടുതൽ ഒരു പ്രഭാഷകനായിട്ടല്ല പലയിടത്തും പോകാറുള്ളത്, ചർച്ചകളുടെ പേരിലാണ്. ചർച്ച എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല, അതിന് 2 ഭാഗങ്ങളെങ്കിലും നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഒരു ഭാഗമാണെങ്കിൽ മറുഭാഗം കളക്റ്റീവായിട്ട് നിങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വാക്കുകൊണ്ട് സംസാരിക്കാനായിട്ട് 2 ഭാഗത്തേക്കും ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാങ്കേതികമായ പ്രായോഗികമായ ബുദ്ധിമുട്ട് പരിഗണിച്ച് കഴിഞ്ഞ വർഷം ഞാൻ ഉപയോഗിച്ച, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ ഉപയോഗിച്ച അതേ നമ്പർ തന്നെ ഇത്തവണയും ഇടുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ യോജിക്കുന്നുണ്ടെങ്കിൽ കൈ പൊക്കി തരണം. ചെയ്യുമോ? എത്ര പേര് കൈപൊക്കും? അതുപോരാ, എല്ലാവരും കൈപൊക്കണം. എല്ലാവരും കൈപൊക്കോ? സന്തോഷം. ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ കുറച്ചുകൂടി ബൃഹത്തായ ഒരു സെറ്റപ്പാണ് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇത് നാൾക്ക് നാൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഭാഗവതഹംസ ജയന്തിയാണ്, അപ്പോൾ അതും 104ാമത്തേത്. ഓരോ വർഷം കഴിയുന്തോറും കൂടുതലായിട്ടുള്ള പരിഷ്കാരങ്ങളുണ്ടാകുന്നു, കൂടുതലായിട്ടുള്ള പുതുമകളുണ്ടാകുന്നു, കൂടുതൽ ആൾക്കാർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകണം, അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിലത്തേക്കുള്ള സ്പേഷ്യസ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഫാൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വർഷം കഴിയുമ്പോഴേക്കും ഇതിന് ഇനിയും വളരണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഓഡിയൻസ് ഇവിടേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? ഈ ട്രസ്റ്റ് എന്ത് ചെയ്യും? എന്താ ചെയ്യുക? പരമേശ്വരൻ നമ്പൂതിരി എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത്രയും സ്ഥലം പോരാ, എന്ത് ചെയ്യും? ആരെങ്കിലുമൊക്കെ ഒന്ന് മറുപടി പറയൂ. കൂടുതൽ സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ സ്ഥലം വേണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ഥലം മേടിക്കണം, അല്ലേ? ഇപ്പോൾ ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്ര ട്രസ്റ്റിനെന്ന് കരുതിക്കോ. ഈ സ്ഥലം പോരാ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടക്കുന്ന സ്ഥലം കൂടി വേണം. എന്ത് ചെയ്യും? തൊട്ടിറക്കണം, അല്ലേ? കാശ് കൊടുത്ത് മേടിക്കണം. അതിപ്പോൾ പരമേശ്വരൻ നമ്പൂതിരി തന്നെ അങ്ങ് വിചാരിച്ചാൽ പൈസ വരുമോ? പരമേശ്വരൻ നമ്പൂതിരി തന്നെ വിചാരിച്ചാൽ വസ്തുവിൻ്റെ വിലയാവുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആരെങ്കിലും വിൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കണം. അപ്പോൾ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ സ്ഥലം വിട്ടുകൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാകും, ചിലപ്പോൾ മാർക്കറ്റ് റേറ്റിനേക്കാൾ താഴെ നല്ലൊരു കാര്യത്തിനാണല്ലോ എന്ന് കരുതി ചെറിയ റേറ്റിൽ ഇത് കൊടുക്കാനായിട്ട് തയ്യാറുള്ള ആൾക്കാരുണ്ടാകും. ചില ആൾക്കാർ സൗജന്യമായി കൊടുക്കുകയും വേണം, എന്നാൽ ആ സൗജന്യത്തിൻ്റെ ബാധ്യത അവർക്കുണ്ടാവുകയും വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് ഞാൻ തരാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഡൊണേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ട്രസ്റ്റ് കൂടുതലായിട്ട് സ്ഥലം വാങ്ങും. ആ സ്ഥലം വാങ്ങുന്നതിന് പകരം പുതിയൊരാശയം പറയാം. പരമേശ്വരൻ നമ്പൂതിരി തൊട്ടടുത്ത അപ്പുറത്തെ ഒരു പറമ്പിലേക്ക് ചെല്ലുന്നു. അതിനൊരു ഉടയോനുണ്ടല്ലോ, അവിടെ ചെന്നിട്ട് പറയുകയാണ്, പണ്ടെങ്ങോ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് എൻ്റെ അച്ഛൻ്റെ 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 ഭൂമിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലം എനിക്ക് വേണം. അത് നിങ്ങളുടെ ഭൂമിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കൂ. ചേട്ടാ സ്ഥലം വേണം, മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കൂലേ? ചേട്ടനൊക്കെ പിങ്ക് ഷർട്ടിട്ട ചേട്ടനൊക്കെ പറയുന്നു, ഇങ്ങനെ തലയാട്ടും. ഭൂമി കൊടുക്കും എന്ന് പറയുന്ന ആൾക്കാർ കൈപൊക്കിയേ. 2 ആൾക്കാരാണ്. ഇത് മറ്റേ സിനിമയിൽ മാള അരവിന്ദൻ്റെ അടുത്ത് ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 2 ബെൻസ് കാർ ഉണ്ട് എങ്കിൽ നിങ്ങളതിലൊന്ന് പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമോ? കൊടുക്കു വച്ചോ, പാവപ്പെട്ടവനല്ലേ, കൊണ്ടുപോക്കോട്ടെ. ശരി. നിങ്ങൾക്ക് 2 വീടുണ്ട് എങ്കിൽ അതിലൊരു വീട് പാവപ്പെട്ട ഒരാൾക്ക് കൊടുക്കുമോ? കൊടുക്കു വച്ചോ. പള്ളിയിലച്ചനാണ് ചോദിക്കുന്നത്.
നിനക്ക് 2 ജേഴ്സി പശു ഉണ്ടെങ്കിൽ അതിലൊന്നിനെ നീ ഒരു പാവപ്പെട്ടവന് കൊടുക്കുവോ? ഇല്ലച്ചോ. അതെന്താ? എനിക്ക് 2 ജേഴ്സി പശു ഉണ്ടച്ചോ. അതേപോലെ നിങ്ങൾക്ക് 2 പേർക്കും ഇവിടെ സ്ഥലമില്ലല്ലോ അല്ലേ? സ്ഥലമില്ലാത്തത് കൊണ്ട് നമുക്ക് കൊടുക്കാം. സ്ഥലമുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഇതാ നോക്കൂ, ഈ സ്ഥലം എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ്റേതാണ് എന്ന് ഞാൻ കുടുംബത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് തരണം എന്ന് പറയുക. അപ്പോൾ ആ വീട്ടുകാർ നിങ്ങളാണെങ്കിൽ എന്ത് ചോദിക്കും? രേഖ വല്ലതും ഉണ്ടോ അല്ലേ? ശങ്കരാടി കാണിക്കുന്ന രേഖയല്ല, ശരിക്കുള്ള പേപ്പർ ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് നമ്മുടെ വില്ലേജിൽ വല്ലതും ഉണ്ടോ? രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടോ? അതിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒറിജിനൽ നമുക്ക് തപ്പാം എന്നൊക്കെ പറയും. അപ്പോൾ അന്നേരം കൊടുക്കാനായിട്ട് നമ്മുടെ പരമേശ്വരൻ നമ്പൂതിരിയുടെ കയ്യിൽ ഇതില്ല എങ്കിൽ എന്ത് ചെയ്യും? ഈ 2 പേരൊഴികെ വേറെ ആരും സ്ഥലം കൊടുക്കില്ല അല്ലേ? സ്ഥലം കൊടുക്കില്ല. ശരി, അങ്ങനെ ആ ഭൂമി പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞ വാക്കിൻ്റെ പേരിൽ നിർബന്ധമായും അദ്ദേഹത്തിന് അങ്ങ് കിട്ടുന്നു എന്ന് കരുതുക. ട്രസ്റ്റ്, മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് തീരുമാനിക്കുകയാണ്, ഇത് ഞങ്ങളുടെ പഴയ പൂർവികർക്ക് ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് ആ സ്ഥലം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അത് അവർക്ക് കിട്ടി. മറ്റുള്ള ആൾക്കാർക്ക് ഡിഫൻസേ ഇല്ല, അത് അംഗീകരിക്കാതെ തരമില്ല എന്ന് കരുതിക്കോളൂ. അപ്പോൾ എന്ത് ചെയ്തു? ആ ഭൂമി കിട്ടി അല്ലേ? ഒരു വശത്തെ ഭൂമി കിട്ടി. അത്രയും പോരാ, കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നല്ലേ പറഞ്ഞേ? നമുക്ക് ഈ 4 ചുറ്റുമുള്ള ഭൂമി കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യും? ദേ ഇപ്പുറത്ത് ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ബാക്കിലുള്ള സ്ഥലം വേണം. ആ സ്ഥലം നിങ്ങളുടെ ആരുടെയെങ്കിലും ആണെന്ന് കരുതിക്കോളൂ. ആ സ്ഥലവും ഇതേപോലെ വന്നിട്ട് നമ്പൂതിരി പറയുകയാണ്, ദാ എനിക്കിവിടെ ട്രസ്റ്റിന് കൂടുതൽ സൗകര്യങ്ങൾ വേണം, ഭൂമി വാങ്ങിയേ പറ്റൂ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഭൂമി എനിക്ക് തരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. എത്ര വില, എത്ര എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്പൂതിരി പറയുക, വിലയൊന്നുമില്ല, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസും അല്ല കേട്ടോ, എൻ്റെ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ ഒന്നും അല്ലിത്. പക്ഷേ നിങ്ങൾ പണ്ടൊരു തവണ ഈ ഭൂമി വാങ്ങിയ സമയത്ത് ഈ ഭൂമിയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ എന്ന് കരുതി എൻ്റെ കുടുംബത്തിൽ വന്നിട്ട് തറവാട്ടിൽ നിന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ 14 ദിവസം അടുപ്പിച്ച് ഗണപതി ഹോമം നടത്തണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ തന്നെയാണെന്ന് നേരിട്ട് വന്ന് 14 ദിവസം അടുപ്പിച്ച് ഗണപതി ഹോമം ഇവിടെ നടത്തിയത്. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല, 14 ദിവസം അടുപ്പിച്ച് ഇത് ചെയ്തു. അതുകൊണ്ട് ഈ ഭൂമി നിങ്ങൾ എനിക്ക് തരണം. അമ്മയൊക്കെ കൊടുക്കോ? എത്ര പേര് കൊടുക്കും? അയ്യോ, ഒരു പാവം മോളുണ്ട് കേട്ടോ, വീട്ടുകാർ കാണണ്ട, അറിയണ്ട കേട്ടോ, ഒരു പാവം മോള് മാത്രം കൊടുക്കുന്നുണ്ട്, വേറെ ആരും കൊടുക്കുന്നില്ല. ഇതെന്താ നിങ്ങൾ കൊടുക്കാത്തതെന്നാണ് എൻ്റെ സംശയം കേട്ടോ. കൊടുക്കേണ്ടതാണ്, നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പറഞ്ഞു, എന്താ, ഞാനിവിടെ വേറെ ബന്ധമൊന്നും ഈ ഭൂമിയുമായിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി 14 ദിവസം അടുപ്പിച്ച് ഇവിടെ ഞാൻ ഗണപതി ഹോമം നടത്തിയിട്ടുണ്ട്. അത് നടത്തിയതിൻ്റെ പേരിൽ എനിക്ക് ഈ ഭൂമി നിങ്ങൾ അനുവദിച്ചു തരണം. അതിൻ്റെ ഉടമസ്ഥാവകാശം, അതിൻ്റെ കൈവശാവകാശം നിങ്ങൾ എനിക്ക് തരണം എന്ന് പറയുക. അപ്പോൾ ആ ഭൂമിയും നമ്മളാരും കൊടുക്കൂല, പക്ഷേ അവരങ്ങ് കൊടുക്കാൻ നിർബന്ധിതരായി കൊടുത്തു എന്ന് കരുതിക്കൂ. അപ്പോൾ ഈ 2 ഭൂമി കിട്ടിയല്ലേ? ഇപ്പുറത്തെ സൈഡ് ഭൂമി വേറെ കിടപ്പില്ലേ? ഈ 2 നമ്പറും നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങനെ നമ്പൂതിരി ആലോചിക്കും, ഇനി എന്താ ഒരു മാർഗം, പുതുതായിട്ട് അവിടെ കിടക്കുന്ന ഭൂമി കിട്ടാനായിട്ട് എന്താ മാർഗം? അപ്പോൾ പുതിയതായിട്ടൊരു മാർഗം കിട്ടി. എന്താ? ഇവിടുത്തെ പുറംപണിയൊക്കെ നോക്കുന്ന ഒരാളുണ്ടെന്ന് കരുതിക്കോ, ട്രസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ജീവനക്കാരൻ. ആ ജീവനക്കാരൻ ഇനി ക്ഷേത്രത്തിനകത്തെ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്, പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായാലും പ്രശ്നമില്ല എന്ന് കരുതിക്കും. അപ്പോൾ സപ്പോസ് അതൊരു ജോസഫാണ്, ഒരു ക്രിസ്ത്യാനിയാണ്, സത്യക്രിസ്ത്യാനിയായിട്ടുള്ള ജോസഫ് ഈ ട്രസ്റ്റ് എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ജോസഫിൻ്റെ അടുത്ത് വരും, എന്നിട്ട് ജോസഫിനോട് പറയും, ജോസഫെ നീ ഒന്ന് പോയി ഈ ഭൂമി നമ്മുടേതാണെന്ന് കേട്ടിട്ടുണ്ടെന്നൊന്ന് പറ എന്ന് പറയും. അപ്പോൾ ജോസഫ് എന്ത് ചെയ്യും? ആ വീട്ടിൽ ചെല്ലും,
ചെന്നതിന് ശേഷം ആ വീട്ടുകാരോട് ഇങ്ങനെ സംസാരിക്കും, ചേച്ചിയെ ഇച്ചിരി മോരും വെള്ളം എടുത്തേ എന്നൊക്കെ പറയും. സംസാരിക്കും. ഈ മോരും വെള്ളം കുടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ഈ ഭൂമി നിങ്ങൾ വാങ്ങിയിട്ട് എത്ര കാലമായി? അല്ല, അത് കുറേ കാലമായി, ഞങ്ങളല്ല, വേറെ തലമുറയിലുള്ള പഴയ ആരോ വാങ്ങിയതാ. പക്ഷേ ഇവിടെ ഈ ട്രസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടു, ഇത് പണ്ടെന്തോ അവരുടെ ഭൂമി ആയിരുന്നു എന്ന് കേട്ടു. എനിക്കറിയത്തില്ല, ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അത് അവരുടെ ഭൂമി ആയിരുന്നെങ്കിൽ അത് അവർക്കങ്ങ് കൊടുത്താൽ പോരെ, നിങ്ങൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ ആ മോരും വെള്ളം കൊടുത്ത ചേച്ചി ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ചേച്ചിമാരായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ആ ചേച്ചിയുടെ ശരി കണ്ടാൽ എനിക്കറിയാം, ബാക്കി മോരും വെള്ളം അവൻ്റെ തലയിൽ കൂടെ ഒഴിക്കുമെന്നല്ലേ? അല്ല, നമ്മൾ പറയും ഇതെന്ത് യുക്തിയാണ് നിങ്ങൾ ഈ പറയുന്നത് അല്ലേ? നമ്മൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, നമുക്ക് അവകാശമുള്ള ഭൂമി, ആ ഭൂമി ഒരു ജോസഫ് വന്നിട്ട് പറയുകയാണ്, ദേ പണ്ടെന്നോ ഇവരുടെയാണെന്ന് കേട്ടിട്ടുണ്ട്, അവിടെ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കതങ്ങ് കൊടുക്കണം എന്ന് പറയുക. നിങ്ങളിൽ ആരൊക്കെ കൊടുക്കും? മോരും വെള്ളം കൊടുക്കുന്ന എത്ര പേരുണ്ട്? അത് കേൾക്കട്ടെ ആദ്യം. ആ ബാക്കിലിരിക്കുന്നവരെന്താ മോരും വെള്ളം കൊടുക്കാത്തവരെ പ്രത്യേകം ബാക്കിലിരുത്തിയിരിക്കുകയാണോ നിങ്ങൾ? അവിടെ മോരും വെള്ളം കൊടുക്കുന്ന ആരുമില്ലേ? ആ ചേച്ചി ഒന്ന് മോരും വെള്ളം കൊടുക്കൂലേ? കൊടുക്കും. മോരും വെള്ളം കൊടുക്കും. അതിൻ്റെ കൂടെ സ്ഥലം ചോദിച്ചാൽ ആ സ്ഥലം ജോസഫിന് കൊടുക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറാകും? പോട്ട്, ജോസഫിന് കൊടുക്കണ്ട, ഞാൻ നേരിട്ട്, ജോസഫെ നീ നിൻ്റെ കാര്യത്തിന് പോ, ഞാൻ നേരിട്ട് നമ്പൂതിരിയോട് സംസാരിച്ചോളാം, നമ്പൂതിരിക്ക് കൊടുക്കാം എന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഒരാൾ മാത്രമുണ്ട് കേട്ടോ. ഈ ചേച്ചി തന്നെ നമുക്ക് നേരത്തെയും സ്ഥലം കൊടുത്തയാളാണ്. അപ്പോൾ ഈ സ്ഥലവും ഈ ചേച്ചിയുടെ ആയിരുന്നെങ്കിൽ ചേച്ചി കൊടുത്തേനെ, കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ സ്ഥലം കിട്ടി. ഇനി ഇതിനോട് ചേർന്നിട്ടേ ചെറിയ സ്ഥലം, ഒരു 2 സെൻറ്റ് സ്ഥലം അപ്പുറത്ത് കിടപ്പുണ്ട്, ആ ഒരു കോർണറിൽ കിടപ്പുണ്ട്. അത് ഈ ജോസഫിൻ്റെയാണ്. അപ്പോൾ ഈ ജോസഫ് എന്താ വിചാരിക്കുന്നത്? ഈ വലിയ സ്ഥലം നമ്പൂതിരിക്ക് അങ്ങ് മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും, പിന്നെ എൻ്റെ 2 സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ, ഇതാരും ചോദിക്കാനൊന്നും വരില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ജോസഫിനെ വിട്ട് നമ്പൂതിരി ഇവരെ കുപ്പിയിലാക്കിയിട്ട് ആ സ്ഥലവും ഇങ്ങെടുത്തു എന്ന് കരുതുക. എന്നിട്ട് അവസാനം ഈ ജോസഫിൻ്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ജോസഫെ കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ നിൻ്റെ ആ 2 സെൻറ്റും എനിക്ക് വേണം. അപ്പോൾ ജോസഫിന് വേറെ നിവൃത്തിയില്ല. ജോസഫ് എന്തു ചെയ്യും? ജോസഫ് അതുവരെ കഴിഞ്ഞിരുന്ന ഭൂമിയിൽ ആ ഭൂമി വിട്ടുകൊടുത്തിട്ട് ഒരു പക്ഷേ ഇവിടെ ജീവനക്കാരനായിട്ട് നിൽക്കണമെങ്കിൽ അതേ മാർഗമുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ ജോസഫ് അറ്റകൈ അങ്ങ് ചെയ്തെന്നിരിക്കും. നിങ്ങളാണ് ജോസഫെങ്കിൽ എത്ര പേര് ആ ഭൂമി കൊടുക്കും? പാവം, ആ ഒരു മോള് മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. നിങ്ങളൊക്കെ ഇത്ര ദുഷ്ടരാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നേ. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഭൂമി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കൊടുക്കില്ല അല്ലേ? എന്ത് കഷ്ടമാണ് ഇത്. ഒരു ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഇതേപോലെ കൂടുതൽ ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ചോദിച്ചിട്ട് നിങ്ങൾ ഒരു നോബിൾ ആവശ്യമാണെങ്കിൽ കൊടുക്കാം എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയുകയാണ് അങ്ങനെയൊന്നും കൊടുക്കില്ല. 2 സെൻറ്റ് ഭൂമി കൊടുക്കൂലേ? ഭൂമി കൈവശാവകാശമോ ക്രയവിക്രയമോ നടത്താൻ പറ്റാത്ത പ്രായത്തിലുള്ള ഒരു മോൻ മാത്രം ഉണ്ട് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. മോൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടോ? അതാണ് അച്ഛൻ ഈ കൂട്ടത്തിലില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്തു? ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നമ്മൾ മേടിച്ചു. എവിടത്തേക്ക് സ്ഥലം മേടിച്ചു? ഈ 3 സ്ഥലത്തു നിന്നുള്ള സ്ഥലവും മേടിച്ചു. ഇനിയുള്ളത് അപ്പുറത്തെ ഫ്രണ്ടിലത്തെ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തു ചെയ്യും? അവിടുത്തെ ഉടയോൻ ആരാന്ന് വെച്ചാൽ ആ ആളിൻ്റെ അടുത്ത് ചെല്ലും. ചെന്നതിന് ശേഷം നമ്പൂതിരി പറയുക, ഇതുവരെ ഇട്ടിരിക്കുന്ന നമ്പറുകളൊന്നുമല്ല, ആ സ്ഥലം വാങ്ങാൻ പറഞ്ഞ നമ്പറല്ല, ഈ സ്ഥലം വാങ്ങാൻ പറഞ്ഞതല്ല, 3ാമത്തെ സ്ഥലം വാങ്ങാൻ പറഞ്ഞതല്ല, അതിനിടയ്ക്ക് കിടക്കുന്ന ജോസഫിൻ്റെ 2 സെൻറ്റ് സ്ഥലവുമല്ല, പുതിയൊരു നമ്പരുമായിട്ട് ഈ മുന്നിലത്തെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയും, എനിക്ക് തോന്നുന്നത് ഈ ഭൂമി എൻ്റേതാണെന്നാണ്. എങ്ങനെ? ഞാനിന്ന് പ്രസ്സിലിരുന്നപ്പോൾ ശോഭയെ എനിക്ക് പെട്ടെന്നൊരു തമാശ തോന്നി എന്ന് വടക്ക് നോക്കി യന്ത്രത്തിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ, ഞാൻ ഇന്ന് അവിടെ ഉച്ചയ്ക്ക് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇങ്ങനെ ചാരുകസേരയിലിരുന്ന് വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി ഈ ഭൂമി എൻ്റേതാണ് എന്ന്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയമുണ്ട്, ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരിക, ഈ സ്ഥലം എൻ്റേതാണ്. ഈ 4 സ്ഥലവും കൊടുക്കാത്ത നിങ്ങൾ അത് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും വെറുതെ ചോദിക്കുകയാണ്, സ്ഥലം കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള, ഈ ന്യായം കേട്ട് തയ്യാറായിട്ടുള്ള സ്ഥലം വിട്ടുകൊടുക്കുന്ന എത്ര ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്?
ദേ ഒരു ചേട്ടനുണ്ട് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ സ്വന്തമായി ക്രയവിക്രയത്തിനുള്ള ശേഷിയുള്ള പ്രായത്തിലുള്ള ഒരാൾ മാത്രമുണ്ട്. ചേട്ടൻ്റെ വീടല്ലല്ലോ അത്, ആണോ? അല്ല, ജേഴ്സി പശുവാ. അപ്പോൾ പ്രശ്നം എന്താ? ഈ 4 സ്ഥലവും അല്ല, ഒരു ചെറിയ തുണ്ട് ഭൂമി ഉൾപ്പെടെ 5 സ്ഥലം 5 വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ ട്രസ്റ്റ് കൈവശപ്പെടുത്തും. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഈ ഭൂമി ഇങ്ങ് എടുക്കുന്നു. ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ശരി, നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന പണം തന്നിട്ട് ഈ ഭൂമി വിട്ടുകൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് വിലയുടെ മുകളിലത്തെ വില പറഞ്ഞാലും നിങ്ങൾക്കത് തരും എന്നാണ് ഓഫറെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ ഭൂമി ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് വേറെയും വീടും പുരയിടവും ഒക്കെ ഉണ്ട് എങ്കിൽ, നിങ്ങളിൽ എത്ര പേർ കൊടുക്കും? കാണട്ടെ. ഇപ്പോൾ ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും കൊടുത്താൽ കൊള്ളാവുന്നുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ നാട്ടുനടപ്പ് അതാണ്. ഒന്നുകിൽ സ്ഥലത്തിന് അതിൻ്റെ ശരിയായിട്ടുള്ള വില കിട്ടണം, അതല്ല എങ്കിൽ വിൽക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എങ്കിലും വാങ്ങുന്നയാളിന് അത് അത്രത്തോളം ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാർക്കറ്റ് വിലയേക്കാൾ ഉയർന്ന വില നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞതിന് ശേഷം എന്തു ചെയ്യും? നിങ്ങൾ വേണമെങ്കിൽ ക്രയവിക്രയത്തിന് തയ്യാറാണ്. ഇനി ഈ പറയുന്ന പൈസയൊന്നും തരാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞിരിക്കുന്ന 5 കൂട്ടരോട് പറഞ്ഞിരിക്കുന്ന 5 ന്യായങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വേണമെങ്കിൽ ഒരു സൗജന്യം തരാം. ജനുവരി മാസമാണല്ലോ ഇവിടെ സാധാരണ ഇതേപോലെയുള്ള ചടങ്ങുകൾ നടക്കുക. അപ്പോൾ ആ സമയത്ത് കൈവശാവകാശവും ഉടമസ്ഥാവകാശവും ട്രസ്റ്റിന്. പക്ഷേ ജനുവരി മാസത്തിൽ മാത്രമേ ഈ സ്ഥലത്തിൻ്റെ ആവശ്യമുള്ളൂ എന്നത് പരിഗണിച്ച് ഈ സമയത്ത് മാത്രം നിങ്ങൾ ആ സ്ഥലത്ത് നിന്നൊന്ന് മാറി നിൽക്കണം. 10 ദിവസമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ബാക്കി 355 ദിവസവും വർഷത്തിൽ നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോ. നിങ്ങൾക്ക് ഇവിടെ വീടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് അവിടെ തന്നെ താമസിച്ചോ. ആ പറമ്പും പുരയിടവും മാത്രം നമുക്ക് മതി ഇവിടുത്തെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക്, കൈവശാവകാശം ഞങ്ങൾക്ക്, ക്രയവിക്രയാവകാശം ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങളിത് ക്രയവിക്രയം ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാനും പോകുന്നില്ല. വർഷത്തിൽ 10 ദിവസം ഞങ്ങൾക്ക് ഈ സ്ഥലം വേണം, ബാക്കി ദിവസം മുഴുവനും നിങ്ങളിവിടെ താമസിച്ചോ, ഒരു കുഴപ്പമില്ല. ആ ഓഫർ തന്നാൽ നിങ്ങളിൽ എത്ര പേര് ഈ ഭൂമി കൊടുക്കും? കൈവശാവകാശം നിങ്ങൾക്കില്ല കേട്ടോ, ഉടമസ്ഥാവകാശം നിങ്ങൾക്കില്ല. അതറിഞ്ഞിട്ടാണോ കൈവക്കിയത്? ശരി, അതായത് ഒന്നുകൂടെ പറയാം, ഉടമസ്ഥാവകാശം നിങ്ങളുടെ പേരിൽ നിന്ന് ട്രസ്റ്റിൻ്റെ പേരിലേക്ക് മാറ്റി നിങ്ങൾക്ക് കിട്ടുന്ന പൈസ 0 രൂപ. ഉടമസ്ഥാവകാശം, കൈവശാവകാശം, ക്രയവിക്രയാവകാശം നിങ്ങൾക്കില്ല, പണം നിങ്ങൾക്ക് കിട്ടുന്നത് 0. നിങ്ങൾക്കവിടെ താമസിക്കാം. എത്ര പേര് സമ്മതിക്കും? ഒരാൾ മാത്രമേ ഉള്ളൂ. ചേട്ടൻ മള്ളിയൂരുകാരനല്ലല്ലോ അല്ലേ? അല്ല. അപ്പോൾ നമ്മളാരും തയ്യാറല്ല. എഗ്രി. അതായത് ചേച്ചി പറയുന്നത് ഈ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളുടെ, മഹാക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിൽ ഗുരുവായൂർ പോലെയോ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയോ ഒക്കെ തന്നെ വികസിക്കണം, വളരണം, കൂടുതലായിട്ട് വസ്തുവകകളൊക്കെ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭൂമി കൂടുതലായിട്ട് അക്വയർ ചെയ്ത് കൂടുതൽ സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ട് ഈ ക്ഷേത്രം വലിയൊരു മഹാക്ഷേത്രമായി തന്നെ നിലനിൽക്കണം, തുടരണം എന്നുള്ളതാണ് ആഗ്രഹം പറഞ്ഞത്. ലക്ഷ്യം നല്ലത് തന്നെ, സംശയമില്ല. പക്ഷെ അതിനുവേണ്ടി സ്ഥലം ആർജിക്കുന്ന ആ മാർഗം ഇതാണെങ്കിൽ എത്ര പേർ സ്ഥലം കൊടുക്കുമെന്നുള്ളതാണ് ചോദ്യം. ഈ മാർഗങ്ങളിലൊന്നും സ്ഥലം കൊടുക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും തയ്യാറാണ്? ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ വീട് ഇവിടെ അല്ലതാണ്. അപ്പോൾ
നമ്മളാരും തയ്യാറല്ല. ശരി, എന്തുകൊണ്ട് തയ്യാറല്ല? ആരെങ്കിലും പറയൂ, എന്തുകൊണ്ട് തയ്യാറല്ല? എന്തോ അല്പം പോലും നീതിപൂർവകമല്ലാത്തൊരു കാര്യമാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം. നീതി എന്ന് പറയുമ്പോൾ സാമൂഹ്യ നീതിയുണ്ട്, നിയമമുണ്ട്, നാട്ടുനടപ്പുണ്ട്, ഈ പറയുന്ന പല കാര്യങ്ങൾ ചേർന്നതാണ് നീതിബോധം. അപ്പം നീതിബോധത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അദ്ദേഹത്തിനോട് യോജിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഏതാണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഏതാണ്ട് എല്ലാ ആൾക്കാരും പറയുന്നത് നീതിബോധമില്ലാത്ത കാര്യമാണ്. ആ പറയുന്നതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലേ. നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നിയമത്തിനെ നടപ്പാക്കുന്ന രീതി കൂടിയാണ് നീതി, ജസ്റ്റിസ്. നീതിബോധമല്ലാത്തത് കൊണ്ട്, നീതിബോധത്തിന് വിരുദ്ധമായതുകൊണ്ട് നമ്മൾ ആരും തന്നെ അത് ചെയ്യാനായിട്ട് തയ്യാറല്ല. പക്ഷേ ഈ ചേച്ചി പറഞ്ഞ ആശയത്തിനോട് നമ്മളെല്ലാവരും യോജിക്കുന്നില്ലേ? ഈ ക്ഷേത്രം പടർന്നു പന്തലിച്ച് ഒരു മഹാക്ഷേത്രമായി മാറണമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇത് രണ്ടും കൂടെ ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം? ഭൂമി കൂടുതലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ മാർഗം? പൈസ കൊടുത്ത് മേടിക്കണം. അതാണ് നാട്ടു നടപ്പ്. ഗുരുവായൂർ ക്ഷേത്രമായിക്കോട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രമായിക്കോട്ടെ, ഏത് മഹാക്ഷേത്രമാണെങ്കിലും ആ ക്ഷേത്രത്തിന് കൂടുതൽ വികസിക്കണമെന്നുണ്ട് എങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ലീഗലായിട്ടുള്ള മാർഗങ്ങളിൽ ചേട്ടൻ പറഞ്ഞതുപോലെ അക്വയർ ചെയ്യണം, പണം കൊടുത്ത് സമ്പാദിക്കണം, അങ്ങനെ വികസിക്കണം. അതല്ലാതെ വികസിക്കുക എന്ന് പറയുന്നത് നീതിയുക്തമല്ല. അതാണ്. ഇതെവിടെയെങ്കിലും നടക്കുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. എവിടെയെങ്കിലും നടക്കുമോ? ഇത് നാട്ടു നടപ്പാണോ? ഇത് എവിടെയെങ്കിലും നടക്കുമോ? ഇതെവിടെയെങ്കിലും നടക്കുമോ? നടക്കില്ല, നടക്കില്ല. ഇത് നടക്കാൻ പാടില്ല, ഇത് നടക്കില്ല. എത്ര പേരാ? ഇത് നടക്കും. ഇങ്ങനെ ബാക്കിൽ ചുവന്ന ഉടുപ്പിട്ട ഒരാൾ മാത്രമുണ്ട് ഇങ്ങനെ നടക്കും, ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് അധികം ദൂരെ അല്ലാതെ മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലും നടക്കുന്നത്. തമിഴ്നാട്ടിലുള്ള ചില വില്ലേജുകളിൽ പൂർണ്ണമായും നടക്കുന്നത് ഇതാണ്. മധ്യപ്രദേശിലുള്ള ചില സ്ഥലങ്ങളിൽ പൂർണ്ണമായി നടക്കുന്നത് ഇതാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നുണ്ട്. കൂട്ടമായിട്ട് പ്രത്യേകിച്ച് നടക്കുന്നത് കൊണ്ട് മുനമ്പം നമ്മൾ അറിയുന്നു. എങ്ങനെ? നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുന്നു, ഈ ഭൂമി എൻ്റേതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തെളിവെവിടെ? ശങ്കരാടിയുടെ കൈരേഖ. ഈ ഭൂമി എൻ്റേതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി. എനിക്ക് ഇതെൻ്റേതാണ് എന്ന് വിശ്വസിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. രേഖയല്ല, കാരണമാണുള്ളത്. രേഖയും കാരണവും രണ്ടാണ്. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖ വേണമെന്ന് പറയുന്നിടത്ത് തിരിച്ചറിയപ്പെടാനുള്ള കാരണങ്ങളുമായി ഞാൻ വരട്ടെ സാർ എന്ന് പറയുമോ നിങ്ങൾ? പറയില്ല. അപ്പോൾ രേഖയും കാരണവും രണ്ടാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ചില ബോർഡുകൾ ചെന്നിട്ട് പറയുകയാണ്, ഐ ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് ദിസ് ഈസ് മൈ ലാൻഡ്. എനിക്ക് അങ്ങനെ തോന്നുന്നു, എനിക്കതിൽ വിശ്വസിക്കാനുള്ള മതിയായ കാരണമുണ്ട്. ഇനി മറ്റൊന്ന്, ഞാൻ ഗണപതി ഹോമത്തിനെ പറ്റി പറഞ്ഞില്ലേ? 14 ദിവസം ഗണപതി ഹോമം ചെയ്തപ്പോഴത്തേക്ക് ആ ഭൂമി എൻ്റേതായി മാറി. ഞാൻ ഈ ഭൂമിയെ പണ്ട് ഒരു പീരീഡിൽ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എനിക്കാണ് അവകാശം. വഖഫ് ബോർഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വഖഫ് ബോർഡ് ഇഫക്റ്റീവ്ലി നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ചെയ്യുന്നത് ഇതാണ്. വഖഫ് ബൈ യൂസർ എന്നുള്ള ഒരു പ്രൊവിഷനുണ്ട്. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗം കൊണ്ട് ഒരു സ്ഥലത്തിൽ അതിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്കുള്ള നിങ്ങളുടെ ക്ലെയിമാണ്. ഞാൻ മതപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് എൻ്റേതല്ലെങ്കിലും ഇന്ന ഭൂമി ഇത്ര കാലം ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് ഈ ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം എനിക്കാണ് ഞാൻ പറയുക. അതല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ ഭൂമി എൻ്റേതാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് മതിയായ കാരണങ്ങളുണ്ട്,
അതുകൊണ്ട് ഈ ഭൂമി എൻ്റേതാണ്. ഈ ഭൂമി എൻ്റേതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വാക്കാൽ, എൻ്റെ കയ്യിൽ രേഖയില്ല, പക്ഷെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഭൂമി എൻ്റേതാണ്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള നിരവധി ഭൂമി വിവിധ മതസ്ഥരുടെ, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടേതുൾപ്പെടെയുള്ള ഭൂമി അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് വഖഫ് ബോർഡ്. ഇത് സ്റ്റേറ്റുകളിലുണ്ട് വഖഫ് ബോർഡ്. കേന്ദ്രത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു വഖഫ് കൗൺസിലുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുകൂടി അറിയണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രസ്റ്റാണ് പോയി പറയുന്നത്. നമ്മുടെ നമ്പൂതിരി ചെന്നിട്ട് പറയുകയാണ്, ഇത് ട്രസ്റ്റിൻ്റേതാണ്, ഞങ്ങൾ ഈ സ്ഥലം ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്പൂതിരി ഒരു ഇണ്ടാസ് അങ്ങോട്ട് കൊടുക്കും. ഒരു പേപ്പറിൽ എഴുതി ട്രസ്റ്റിൻ്റെ മുദ്രയടിച്ചിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഈ ഭൂമി എൻ്റേതാണ്, നിങ്ങൾ പൊക്കോ എന്ന് പറയുക. ഇതിനുള്ള അവകാശം ട്രസ്റ്റിനില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അതിനുള്ള അവകാശം വഖഫ് ബോർഡിനുണ്ട്. വഖഫ് ബോർഡിന് അവരുടെ ഭൂമിയാണ് എന്ന് കരുതുന്ന ഒരു ഭൂമിയിലേക്ക് ചെന്ന് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇനി നമ്മുടെ വീട്ടിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ, ആരെങ്കിലും വന്ന് അനധികൃതമായി ഈ ഭൂമി എൻ്റേതാണ് എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാനായിട്ട് വന്നാൽ, ഇങ്ങനെ ഒരു നോട്ടീസ് തന്നാൽ എന്തു ചെയ്യും? നമ്മൾ അവർക്കെതിരെ പരാതിപ്പെടും, നമ്മൾ അവർക്കെതിരെ കേസ് കൊടുക്കും. കേസ് കൊടുക്കാനായിട്ട് നമ്മൾ സിവിൽ കോടതികളിലേക്ക് പോകും. സിവിൽ കോടതി പോയിട്ട് കേസ് കൊടുക്കും. പക്ഷേ ഈ വിഷയത്തിൽ വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ നമുക്ക് സിവിൽ കോടതികളിലേക്ക് പോകാൻ പറ്റില്ല. പകരം വഖഫ് ട്രിബ്യൂണലിലേക്ക് പോകണം. വഖഫ് ട്രിബ്യൂണലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ പറയുന്ന കാര്യവിവരമുള്ള ജഡ്ജും സർക്കാരിൻ്റെ പ്രതിനിധിയും ഒപ്പം ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള ഒരാളും കൂടിയുണ്ട്. ജസ്റ്റിസ് നിർവഹിക്കാൻ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പൂർണ്ണമായ സെക്യുലറായിട്ടുള്ള ഭൂമി ക്രയവിക്രയ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മതപണ്ഡിതൻ. അതെന്തിനാണോ ആവോ? അങ്ങനെ ഒരു സ്ട്രക്ചർ ഇതിനുണ്ട്. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ അവരാണ് തീരുമാനമെടുക്കുക. അവരുടെ തീരുമാനം അന്തിമവുമാണ്, നിങ്ങൾക്ക് ബൈൻഡിങ്ങുമാണ്. എതിർപ്പുണ്ടോ, ആ എതിർപ്പിനെ നാലായിട്ട് മടക്കി പോക്കറ്റിൽ വെച്ച് അവിടെ ഇരുന്നാൽ മതി. നല്ല രസകരമായിട്ടുള്ള നിയമം അല്ലേ? വളരെ രസകരമായിട്ടുള്ള, നമ്മുടെ ഇന്നത്തെ ഗണതന്ത്ര ദിവസത്തിൽ സംസാരിക്കാൻ പറ്റിയ, തുല്യത ഉറപ്പാക്കുന്ന, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്ന ഒരു നിയമത്തിനെ കുറിച്ചാണ് പറയുന്നത്, വഖഫ് നിയമം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമ്പൂതിരി എവിടെ ചെന്ന് പറയുക, പരമേശ്വരൻ നമ്പൂതിരി എവിടെ ചെന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പരാതി കൊടുത്തോളൂ, പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് പോലീസിലല്ല, കോടതിയിലല്ല, മള്ളിയൂർ ക്ഷേത്ര ട്രസ്റ്റിനാണ് പരാതി നൽകേണ്ടത്. പരമേശ്വരൻ നമ്പൂതിരിക്കെതിരായിട്ടുള്ള പരാതി പരമേശ്വരൻ നമ്പൂതിരി ഉൾപ്പെട്ടിരിക്കുന്ന മള്ളിയൂർ ട്രസ്റ്റിന് കൊടുക്കും. ശരി, ആരാണതിൽ അന്തിമ തീരുമാനമെടുക്കുക? അത് പരമേശ്വരൻ നമ്പൂതിരി. നമ്മുടെ നാട്ടിൽ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്. നിങ്ങളുടെ കേസിൻ്റെ വിധി പ്രസ്താവിക്കാൻ നിങ്ങളിരിക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പരമേശ്വരൻ നമ്പൂതിരിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പരമേശ്വരൻ നമ്പൂതിരിക്ക് പരാതി കൊടുത്തോളൂ. ആ പരാതി പരിശോധിച്ചതിന് ശേഷം ഉചിതമായ തീരുമാനം പരമേശ്വരൻ നമ്പൂതിരി കൈക്കൊള്ളുന്നതായിരിക്കും. ഇനി ഈ ഭൂമി സർവേ ചെയ്യണം അല്ലേ? ഭൂമി തരാനായിട്ട് ആരും തയ്യാറാകുന്നില്ല, നിങ്ങൾ നിർബന്ധമായി വാങ്ങുന്നു. നിങ്ങൾ അവിടെ പോയതിന് ശേഷം ആ ഭൂമി സർവേ ചെയ്തിട്ടെടുക്കുന്നു. സർവേ ചെയ്യാനായിട്ട് ആരോടാ പറയുക? ശ്രീശിവൻ വരും. എൻ്റെ വീട്ടിലെ കുട്ടിയെ അവൻ വന്നിട്ട് നോക്കിക്കോളും. നിങ്ങൾ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയണ്ട. അല്ല, ഇത് ഇങ്ങനെയാണോ സർവേ നടത്തുക? അങ്ങനെയാ, ഇവിടെ ഇപ്പോൾ അങ്ങനെയാ, ഞങ്ങളുടെ ട്രസ്റ്റാണേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതുകൊണ്ട് ശ്രീശിവൻ വരും. ഉച്ചയ്ക്ക് വരണോ വൈകിട്ട് വരണോ അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറയുന്ന സമയത്ത് വന്നളന്നോളാം. ഇനി നിങ്ങൾ അഥവാ വല്ല എതിർപ്പും പറയുകയാണ് എങ്കിൽ നമ്പൂരി ഇവിടുന്ന് ഒരു ഇണ്ടാസ് അങ്ങോട്ട് എഴുതി വിടും. അതല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. ആരെയാണ് വിളിക്കുന്നേ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്, വന്ന് പരിഹരിച്ചോണം, ആൾക്കാരെ ഇറക്കിത്തരണം. ആരോടാ വിളിച്ച് പറയാമെന്നറിയോ? ആരോടായിരിക്കും? ആരോടാ വിളിച്ച് പറയുക? എൻ്റേതെന്ന് ഞാൻ കരുതുന്ന ഒരു ഭൂമി ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ട് ആ വീട്ടുകാർ കേൾക്കുന്നില്ല, എനിക്ക് അവരെ ഒന്ന് ഒഴിപ്പിച്ച് തരണം. ആരോട് പറയും? കോട്ടയം ജില്ലാ കളക്ടർ.
നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് കോട്ടയം ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് പറയുകയാണ്, കളക്ടർ സർ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നീതി അവരുടെ ഭാഗത്താണ്, പക്ഷെ ഞാൻ കരുതുന്നു ഈ ഭൂമി എൻ്റേതാണെന്ന്, വീട്ടുകാരിറങ്ങുന്നില്ല, വരൂ സഹായിക്കൂ. അപ്പോൾ കളക്ടർ ഇവിടെ വരുന്നു. കളക്ടർ വന്നിട്ട് ആ വീട്ടുകാരോട് പറയുന്നു, മക്കളെ ഇറങ്ങിക്കോ, വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം. അങ്ങനെ ദുരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമാണ് വഖഫ് നിയമം നിലനിൽക്കുന്നത്. റിപ്പബ്ലിക് ആയതിനു ശേഷം ഉണ്ടായതാ. 1950കളിൽ ആദ്യത്തെ വേർഷൻ ഉണ്ടാകുന്നു. അതിന് മുമ്പുണ്ട് കേട്ടോ. അതായത് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ വഖഫ് എന്ന് പറയുന്ന സംഭവം തന്നെ ശരിയായ രീതിയിൽ ഒരു മുസ്ലിമിന് അയാളുടെ സ്വന്തം ഭൂമി 3 ആവശ്യങ്ങൾക്ക് കൊടുക്കാം. ഒന്ന് മതപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കാം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഒരു മുസ്ലിം അയാളുടെ ഭൂമി മതപരമായിട്ടുള്ള ഒരു ആവശ്യത്തിന് കൊടുക്കുന്നതിൽ ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പുണ്ടെങ്കിൽ കൈപൊക്കുക. ഇല്ല, ആർക്കും ഇല്ല. ശരി. 2, അവരുടെ ആചാരപരമായിട്ടുള്ള ആരാധനാ സമ്പ്രദായ പ്രകാരമുള്ള ഒരു കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഭൂമി കൊടുക്കാം. എതിർപ്പുണ്ടോ? ചിലപ്പോൾ ഒരു പള്ളി പണിയാനായിരിക്കുന്നേ. എതിർപ്പുണ്ടോ? ഇല്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൊടുക്കാം. ഒരു യത്തീം ഖാനയൊക്കെ അവിടെ നിർമ്മിക്കാം, അതിന് വേണ്ടിയിട്ട് കൊടുക്കാം. അവരുടെ ഭൂമി. എതിർപ്പുണ്ടോ? ഇല്ല, ആർക്കും എതിർപ്പില്ല. ഇതായിരുന്നു ഒറിജിനൽ. അപ്പോൾ അതിൽ പിന്നീട് ഭേദഗതികൾ വന്നു. 1913, പിന്നെ 23, അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം 1950കളിൽ. ആ സമയത്തൊന്നും തന്നെ ഇത് വലിയ പ്രശ്നമുള്ളതായിരുന്നില്ല. പല്ലും നഖങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സാധാരണ നിയമം. അതിനുശേഷം 1995 വരുമ്പോഴേക്കും അതിൽ കുറേ ഭേദഗതികൾ വരുന്നു. ആ ഭേദഗതികൾ വരുമ്പോഴേക്കും ഇതിൻ്റെ രൂപമാകെ മാറി. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നിയമം എങ്ങനെ മാറി? മാളികപ്പുറത്തിലുള്ള ഉണ്ണി മുകുന്ദനാണ് ഈ നിയമം ആദ്യമെങ്കിൽ 1995 മുതൽ മാർക്കോയിലെ ഉണ്ണി മുകുന്ദനായി മാറി. ആ രീതിയിലത്തേക്കുള്ള പരിവർത്തനം ആ നിയമത്തിന് സംഭവിച്ചു. അതിനുശേഷം പിന്നീടും അമെൻമെൻറ്റുകളുണ്ടായി. അങ്ങനെ അമെൻമെൻറ്റുകൾ ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോഴേക്കും യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടേതാണ് ഈ ഭൂമി എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതിനെ ക്ലെയിം ചെയ്യാം. ഇതിപ്പോൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ വലിയ ലോങ് പെൻഡിങ് ലീഗൽ ബാറ്റിലൊക്കെ നടക്കും. പക്ഷെ ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പിന്നീട് ഈ ഭൂമി നിങ്ങളുടേതായിട്ടുള്ള ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. മകളുടെ വിവാഹം, മകൻ്റെ ഉന്നത പഠനം, ഒരു ആരോഗ്യ ചെലവ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പറേഷന് വേണ്ടുന്ന പണം കണ്ടെത്താൻ, ഇതിനൊക്കെ വേണ്ടി ഒന്നുകിൽ ഈ ഭൂമി ഈട് കൊടുത്തതിന് ശേഷം വായ്പ എടുക്കണം, അതല്ല എങ്കിൽ ഈ ഭൂമി വിൽക്കണം. പറ്റില്ല. നിങ്ങൾ ഈ ഭൂമി ഭാഗം വെക്കാനായിട്ട് തീരുമാനിക്കുന്നു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് വീതിച്ചു കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. പറ്റില്ല. പോട്ട്, നിങ്ങൾ മള്ളിയൂർ ക്ഷേത്ര ട്രസ്റ്റിന് ഇഷ്ടദാനം നൽകാനായിട്ട് തീരുമാനിക്കുന്നു. പറ്റില്ല. പിന്നെന്താ പറ്റുക? ഇത് അവരുടേതാണ്, വേണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് വരെ ഞങ്ങൾ ഇറക്കി വിട്ടില്ലെങ്കിൽ, എവിക്ഷൻ നോട്ടീസ് ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കഴിഞ്ഞു. അങ്ങനെ 404 ഏക്കറിൽ കഴിയുന്ന 600-ൽ പരം പാവപ്പെട്ട ഗതികെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് നമ്മുടെ അയൽപ്പക്കത്ത് മുനമ്പത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാര്യം കുറച്ചുകൂടെ കഷ്ടമാണ്. കാരണം അവർക്ക് ഈ ഭൂമി അവർ പണം കൊടുത്ത് വാങ്ങിയതുമാണ്. പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ഇതുവരെ കരമടച്ചുകൊണ്ടിരുന്ന ഒരു ഭൂമി, ആ ഭൂമിയിലേക്ക് ഒരാൾ അതുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷന് വേണ്ടി വില്ലേജ് ഓഫീസിനെ സമീപിക്കുന്ന സമയത്താണ് അറിയുന്നത്, ചേട്ടാ ഇത് വഖഫ് ഭൂമിയാണ്, ഈ ഭൂമി കൈമാറ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് വെച്ച് എന്തെങ്കിലും ക്രയവിക്രയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ ആദ്യം വഖഫ് ബോർഡിലേക്ക് പോയി അവിടെ നിന്നൊരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് വരിക. ആ NOC കിട്ടാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആ ഭൂമിയിൽ ആരെങ്കിലും ഇറക്കി വിടുന്നത് വരെ താമസിക്കാം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ആ ഓപ്ഷൻ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് അവകാശമില്ല മറ്റുള്ള ആൾക്കാർക്ക്, പക്ഷേ നിങ്ങൾക്ക് ആ ഭൂമിയിൽ കഴിയാം, അതിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് ചോദിച്ചു. തൃപ്തരല്ല എന്നുള്ളതാണ് നിങ്ങളുടെ മറുപടി. എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ സാമൂഹ്യ അനീതി വാക്കിൽ, പേരിൽ, നോക്കിൽ, ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് ഉള്ള ഒരു നിയമം. ആ നിയമത്തിനെ മാറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ പറയും, യോ മതേതരത്വം തകരുന്നേ. ഏതാ മതേതരത്വം? ഈ നാട്ടിലുള്ള നിയമപ്രകാരമുള്ള ഒരു ട്രാൻസാക്ഷൻ്റെ അവകാശം നിങ്ങൾക്ക് നൽകുന്നതാണോ മതേതരത്വം?
അതോ നിയമവിധേയമല്ലാത്ത മറ്റു കാര്യങ്ങൾ ചെയ്യാനായി ഒരു നിയമം, സമഗ്രാധിപത്യം, അനാവശ്യ സ്വാതന്ത്ര്യം, അമിതാവകാശ പ്രവണത ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സ്ഥാപനങ്ങൾക്കോ നൽകുന്നതാണോ സാമൂഹ്യ അനീതി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് സാമൂഹ്യനീതി, അദ്ദേഹം പറഞ്ഞതുപോലെ നീതിബോധമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗതികെട്ട മനുഷ്യരോടൊപ്പം നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം അത് നാട്ടുനടപ്പിന് വിരുദ്ധമായിട്ടുള്ള, സാമാന്യ യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള, മതേതരത്വത്തിന് വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ടുള്ള, ഇന്നേ ദിവസം നിലവിലായിരിക്കുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. പക്ഷേ എന്തോ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളാൽ, സാമൂഹ്യ താല്പര്യങ്ങളാൽ ഈ ഒരു നിയമം ഇത്രയും നാൾ നിലനിന്നു പോന്നു നമ്മുടെ നാട്ടിൽ. ആ സമയത്ത് ആരും തന്നെ ഇത് സെക്യുലർ അല്ല എന്ന് പറഞ്ഞില്ല. ആ നിയമത്തിനെ പരിഷ്കരിക്കാൻ പോകുന്ന സമയത്ത് സെക്യുലറിസം തകരുന്നു, മതേതരത്വം തകരുന്നു എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായം പറയുന്ന ആൾക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ കഴിയുന്നത്. ഈ നിയമം മാറേണ്ടതുണ്ടോ? അതാണ് നീതിബോധം. എന്നോട് ചോദിക്കുന്ന രാമജന്മഭൂമി ഇതേപോലെയാണോ എന്നാണ്. അല്ല. പക്ഷേ നിരവധി ക്ഷേത്രങ്ങൾ നിലവിൽ വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയിലാണ്. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റായിട്ട് നമ്മൾ പറയുന്നത് കോടതികളാണ്. പക്ഷേ പല കോടതികളും നിലനിൽക്കുന്ന ഭൂമി വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഭൂമിയാണ്. നമ്മുടെ നാട്ടിലെ പല ഹിന്ദു ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്ന, പല ഗുരുദ്വാരകളും സ്ഥിതി ചെയ്യുന്ന, ഇതര മതസ്ഥരുടെ പല ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഭൂമിയെല്ലാം വഖഫാണെന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. മഹാകുംഭമേള നടക്കുന്ന സ്ഥലം പോലും വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് വന്നിരിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട്. വഖഫ് ഭൂമിയിൽ നിങ്ങൾ മഹാകുംഭമേള നടത്തുന്നതിനെ ഞങ്ങൾ തടയുന്നില്ലല്ലോ എന്ന് പറയുക. അതായത് ഔദാര്യമാണ്. മഹാകുംഭമേള തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആർക്കെങ്കിലും അറിയൂ? ഇസ്ലാം സ്ഥാപിതമായിട്ട് എത്ര നാളായി? 7-ാം നൂറ്റാണ്ടിലാണ് എന്ന രീതിയിലാണ് സങ്കല്പിക്കപ്പെടുക, അല്ലേ? 6-ാം നൂറ്റാണ്ട്, 7-ാം നൂറ്റാണ്ട്. പക്ഷേ മഹാകുംഭമേള അതിനും മുമ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. തമിഴ്നാട്ടിൽ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. 1500-1600 വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞ് അവർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പോട്ടെ, 1500-ലാണ് ഈ ഇസ്ലാം മതം സ്ഥാപിതമായതെന്ന് കരുതിക്കോ. എന്നാൽ പോലും എത്ര വർഷമായി ഇപ്പോൾ? 1500 അല്ല, 500, AD 500-ലാണെന്ന് കരുതിക്കോ. AD 600-എന്നോ 610-എന്നോ ഉള്ള കണക്കൊന്നും പോകുന്നില്ല. AD 500-ലാണ് ഇസ്ലാം മതം സ്ഥാപിതമായത് എങ്കിൽ ഇപ്പോൾ എത്ര വർഷമായി? 1500 വർഷം കഴിഞ്ഞു, അല്ലേ? ആ ക്ഷേത്രത്തിൻ്റെ പഴക്കം 1600 ഉണ്ട്. അപ്പോൾ ഇസ്ലാം മതം സ്ഥാപിതമാകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു വഖഫ് നിയമമുണ്ടോ? അപ്പോൾ അതിന് മുമ്പുള്ള പ്രോപ്പർട്ടി പോലും ഇതാണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുകയാണ്. കണക്കുകൾ പ്രകാരം ഡൽഹിയുടെ ഏതാണ്ട് 77% സ്ഥലം വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്നാണ് പറയുന്നത്. പണ്ടുണ്ടായിരുന്ന മുസ്ലിം റൂളേഴ്സ് അവരുടെ രാജ്യമെന്ന് അവർ കരുതിയിരുന്ന സ്ഥലമെല്ലാം വഖഫാണ് എന്ന് കരുതുന്നവരുണ്ട്. പാർട്ടീഷന് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്ന ഭൂമി ഉപേക്ഷിച്ച് പാകിസ്ഥാനിൽ അഭയത്തിന് പോയിരിക്കുന്ന ആൾക്കാരുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഭൂമി വഖഫാണ് എന്ന് കരുതുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒന്നാമത് ഇന്ത്യൻ റെയിൽവേ, രണ്ടാമത് ഇന്ത്യൻ ഡിഫൻസ്, ഈ 2 സംവിധാനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്നത് വഖഫ് ബോർഡുകളാണ്. ഇന്ത്യയിൽ ഏതാണ്ട് 10 ലക്ഷം ഏക്കർ സ്ഥലം. ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ഓൾമോസ്റ്റ് 1 മില്യൺ ഏക്കർ. അത്രയും സ്ഥലം വഖഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ പ്രോപ്പർട്ടി കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ എൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുക. കുറേ കാലം മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 5 ലക്ഷം ഏക്കർ ആയിരുന്നെങ്കിൽ ഇന്നത് ഏതാണ്ട് 9,70,000 ഏക്കർ എന്ന കണക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതും തോന്നുന്നതും ഐ ഹാവ് എ റീസൺ ടു ബിലീവ് എന്ന് വിശ്വസിക്കുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഈ രീതിയിലാണ്. ഇതിന് പ്രതികരിക്കേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇതിന് ഇരയാക്കപ്പെടുന്ന ആൾക്കാരോ മാത്രമല്ല, മറിച്ചത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്.
ഇതിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരോ ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരോ മാത്രമല്ല ഇരകളാകുന്നത്, മുസ്ലിങ്ങൾക്കുമുണ്ട്. വഖഫ് ഭൂമിയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എവിക്ഷൻ നോട്ടീസ് കിട്ടിയിരിക്കുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഇതേതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല, മറിച്ച് അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ആ സാമൂഹ്യ പ്രശ്നത്തിനെ സാമൂഹ്യ പ്രശ്നമായി കണ്ടുകൊണ്ട് ഇത് അനീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അനീതിയെ തുടച്ചു മാറ്റുന്ന രീതിയിലത്തേക്കുള്ള നിയമനിർമ്മാണം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തമുള്ള പൗരബോധമുള്ള രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ചെയ്യേണ്ടത് രാഷ്ട്രീയം മറന്ന് അത് കൊണ്ടുവരുന്ന ആളിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല സംഭവിക്കുക. ആദ്യം ഒരു പൊസിഷൻ എടുക്കുന്നു, പിന്നെ അവിടെ നിന്ന് മറുകണ്ഠം ചാടുന്നു. അസംബ്ലിയിൽ പോയതിനു ശേഷം നമ്മുടെ നാട്ടിലുള്ള പാർട്ടിക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് വഖഫിൻ്റെ നിയമങ്ങൾ, അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം എന്ന് പറയുകയും മുനമ്പത്ത് ചെന്നിട്ട് അയ്യോ പാവപ്പെട്ട മുനമ്പംകാരെ ഞങ്ങൾ ഹൃദയം കൊണ്ട് നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്ന ശുദ്ധ ഇരട്ടത്താപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ. സഭയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്കൊരഭിപ്രായം, സഭയ്ക്ക് പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരഭിപ്രായം. ഈ രീതിയിലത്തേക്കുള്ള ഇരട്ടത്താപ്പുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്തെങ്കിലും അതിനെ തടഞ്ഞില്ല എങ്കിൽ ഇതൊരു വലിയ വിപത്തായി മാറും. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി ഉണ്ടാകുന്നത്. ആ ഭേദഗതി ഇപ്പോൾ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിലിരിക്കുകയാണ്. അവരാണതിൽ തീരുമാനമെടുക്കേണ്ടത്. അതിനുശേഷം അത് പാസ്സായി രാഷ്ട്രപതിയുടെ അസൻറ്റ് കിട്ടുന്നതോടുകൂടി അതൊരു നിയമമാകും. പിന്നീട് കുറേയധികം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വൺ ഷോട്ട് സൊല്യൂഷൻ ഉണ്ടാകും. അതല്ല എങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്താണെങ്കിൽ മുനമ്പത്ത്, പന്തളത്തായാൽ പന്തളത്ത്, തിരുവനന്തപുരത്തായാൽ തിരുവനന്തപുരത്ത്, മള്ളിയൂരായാൽ മള്ളിയൂർ എന്ന രീതിയിലത്തേക്ക് ഓരോരുത്തരും പല സ്ഥലങ്ങളിൽ നിന്ന് കരയേണ്ടി വരും. അങ്ങനെ വേണ്ടി വരുന്നതല്ല നമ്മുടെ ബോധം. നമ്മുടെ ചേട്ടൻ പറഞ്ഞതുപോലെ നീതിബോധം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ ഏത് സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അതൊരു സാമുദായിക വിഷയമല്ല, മറിച്ച് അതൊരു സാമൂഹ്യ വിപത്താണ്. ആ വിപത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഇവിടെ രാമജന്മഭൂമി കാര്യം പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒന്നുകൂടി പറയാം. നമ്മുടെ നാട്ടിൽ ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായി. ആ തർക്കമുണ്ടായപ്പോൾ എന്തായിരുന്നു? ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൂമി കൊടുക്കില്ല, കാരണം അവിടെ 15-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ട് മുതൽ നിന്നിരിക്കുന്നത് ബാബറി മസ്ജിദ് എന്ന പള്ളിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ലിറ്റിഗേഷൻ ഉണ്ടായി അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേതുപോലെ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന, ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ട്രസ്റ്റ്, അവർ പോയതിനു ശേഷം ഈ സ്ഥലം ഞങ്ങളുടേതാണ്, അത് ഞങ്ങൾ എടുക്കുന്നു എന്ന് പറയുകയല്ല ചെയ്തത്. മറിച്ച് നമ്മുടെ നാട്ടിലെ ഒരു നീതി നിർവഹണ സംവിധാനമുണ്ട്. കോടതിയിൽ പോകുന്നു, എന്നിട്ട് അവിടേക്ക് റൈറ്റ്സ് എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ക്ലെയിം ചെയ്യുന്നു. ആ ക്ലെയിം പിന്നീട് ഒരു ലോങ് പെൻഡിങ് ലിറ്റിഗേഷനായി നടക്കുന്നു. എത്ര വർഷം, നൂറ്റാണ്ടിന് മുകളിൽ ആയിട്ടത് നടക്കുന്നു. അത് നടന്നതിന് ശേഷം അവിടെ ആ സ്ഥലത്തിൻ്റെ ഡോക്യുമെൻറ്റുകൾ, ആധാരം, മുന്നാധാരം, അതിൻ്റെ പിന്നത്തെ ആധാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെട്ടു. ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ പരിശോധിക്കപ്പെട്ടു. അവിടേക്ക് വന്ന വിദേശ യാത്രികൾ ഉൾപ്പെടെയുള്ള യാത്രികരുടെ ലേഖനങ്ങൾ, അവരുടെ യാത്രാ വിവരണങ്ങൾ പരിശോധിക്കപ്പെട്ടു. അവിടെ ചരിത്രത്തിനെപ്പറ്റി ആൾക്കാർ എഴുതിയിരിക്കുന്നത് പരിശോധിക്കപ്പെട്ടു. ഗുരുനാനാക്ക് പോലെയുള്ള ആൾക്കാരുടെ ജീവചരിത്രം പരിശോധിക്കപ്പെട്ടു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൂടി സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ അവിടെ എംപ്ലോയ് ചെയ്ത് അവരവിടെ ഖനനം നടത്തി അവിടെ നിന്ന് ഈ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന രീതിയിലത്തേക്കുള്ള ശിലാലിഖിതങ്ങളടക്കം തൂണുകളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അണർത്ത് ചെയ്തിട്ട് അവിടെ നിന്നെടുത്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലീഗൽ ഡിസ്പ്യൂട്ടായിരുന്ന, ഒരു സിവിൽ ഡിസ്പ്യൂട്ടായിരുന്ന, ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടായിരുന്ന അയോധ്യ രാമജന്മഭൂമി വിഷയം കോടതിയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. നോക്കുക, നിയമപ്രകാരം നടന്നൊരു കാര്യം. പക്ഷെ അപ്പോൾ പോലും അതിൽ എതിർപ്പുള്ള ആൾക്കാരുണ്ട്. ആ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് പ്രധാനമന്ത്രി പങ്കെടുത്തതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ
ഹൈന്ദവ സമൂഹത്തിൻ്റെ സ്വാഭിമാനത്തിനെ തിരിച്ചു പിടിക്കുന്ന ഒരു ദിവസം എന്ന നിലയ്ക്ക്. അതിൻ്റെ 1-ാം വാർഷികം പൂർത്തിയായിട്ടിപ്പോൾ 4 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് കണ്ടതെല്ലാം, ചിന്തിച്ചതെല്ലാം, ഇനി കാണാൻ പോകുന്നതെല്ലാം എൻ്റേത് എന്ന രീതിയിലത്തേക്കുള്ള കൈവശാവകാശം സ്ഥാപിക്കുകയും അതാണ് സെക്യുലറിസം, അതാണ് മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആൾക്കാരും അവരെ പിന്തുണയ്ക്കാനുള്ള രാഷ്ട്രീയ നേതാക്കളും ഉണ്ടാകുന്നത്. അതിനുശേഷം കാശി, മധുര, ഇപ്പോൾ സംഭാൽ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ലീഗൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഹിന്ദുക്കളുടെ ശത്രുക്കൾ ഹിന്ദുക്കൾ തന്നെയാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ അവരുടെ യോജിപ്പ് എന്താണ് എന്നുള്ളത് കണ്ടു പഠിക്കണം, അല്ലേ? അതിഗംഭീരമായിട്ടാണ് അവർ ചെയ്യുന്നത്. അതിലവരെ വിമർശിക്കുകയല്ല വേണ്ടത്, അവരെ അനുമോദിക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് നല്ല പാഠങ്ങളുണ്ട് എങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അതിനു പകരം നമ്മുടെ നാട്ടിൽ അതില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടു, നിയമപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളെ പോലും അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യനീതി മറ്റെന്തോ ആണ് എന്ന് ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘടനാ നേതാക്കൾ പോലുമുണ്ട്. ഇപ്പോൾ RSSൻ്റെ ചീഫ് മോഹൻ ഭാഗവത്തിൻ്റെ ഒരു പ്രസ്താവന ശ്രദ്ധിച്ചു കാണും. എല്ലാ പള്ളികളുടെയും അടിയിൽ ശിവലിംഗമുണ്ടോ എന്ന് തപ്പാൻ പോകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയോധ്യ രാമജന്മഭൂമി വിഷയം മാത്രം നോക്കിയാൽ മതി എന്ന് തീരുമാനിച്ചത് ആരാണ്? RSS ആണ്, വിശ്വഹിന്ദു പരിഷത്താണ്. ഹിന്ദുക്കളുടെ തീരുമാനമാണ്. RSSോ വിശ്വഹിന്ദു പരിഷത്തോ രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അതുമായി ബന്ധപ്പെട്ട ലിറ്റിഗേഷനുണ്ട്. സ്വാഭിമാനി ഹിന്ദുക്കളാണ് അതിന് പോയത്. ശബരിമലയിൽ പ്രക്ഷോഭമുണ്ടാകുന്ന സമയത്ത് സ്വാഭിമാനികളായിട്ടുള്ള അമ്മ പെങ്ങന്മാരാണ് പന്തളത്ത് തെരുവുകളിലേക്ക് ഇറങ്ങിയത്. അത് കണ്ടിട്ട് പിന്നാലെ വന്ന രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ. അതുവരെ രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ വേറെയായിരുന്നു. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ കസ്റ്റോഡിയനാണ് എന്ന് സ്വയം തെറ്റിദ്ധരിക്കേണ്ടതുമില്ല. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുന്നത് നിയമ സംവിധാനത്തിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കോടതിയിലേക്ക് പോകാനുള്ള നിങ്ങളുടെ അവകാശം ബൈ ബർത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം, ഒരു പള്ളിയുടെ താഴെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ഒരു വാദമുണ്ട് എങ്കിൽ കാശിയും മധുരയും രാമക്ഷേത്രവും മാത്രം, അയോധ്യയും മാത്രം തിരിച്ച് സ്വീകരിച്ചാൽ മതി, മറ്റുള്ള ക്ഷേത്രങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എനിക്കൊരു കുടുംബക്ഷേത്രമുണ്ട് എങ്കിൽ ആ കുടുംബക്ഷേത്രം ഒരുപക്ഷെ തകർക്കപ്പെട്ട് അതിനു മുകളിൽ മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എനിക്ക് മാനസികമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ താല്പര്യം അയോധ്യയിൽ എന്ത് സംഭവിച്ചാലും, കാശിയിൽ എന്ത് സംഭവിച്ചാലും, മധുരയിൽ എന്ത് സംഭവിച്ചാലും അതെൻ്റെ പ്രശ്നമല്ല. എൻ്റെ കുലദേവതയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് എൻ്റെ അവകാശം. ഞാനൊരു പക്ഷേ ചിന്തിക്കുന്നത് തന്നെ അതാണ് എൻ്റെ ജീവിത നിയോഗമെന്നാവും. അതിനുവേണ്ടി സാധ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും പിന്തുടരാനുള്ള അധികാരം എനിക്ക് നൽകുന്നത് ഞാൻ ഈ പറഞ്ഞ ഭരണഘടനയാണ്, ഏതെങ്കിലും ഒരു സംഘടനയോ വ്യക്തിയോ അല്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുന്നതും നമ്മുടെ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും അനീതി ഏതെങ്കിലും ഒരു കാലത്ത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപരമായി, ശാസ്ത്രീയമായി, രേഖകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പോരാട്ടം ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് അത് ഇവിടെയുള്ള സ്വാഭിമാനികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ധർമ്മം നാശമില്ലാതെ സനാതനമായി അനസ്യൂതം പ്രവഹിക്കുന്നതിൻ്റെ കാരണം പേരില്ലാത്ത നിരവധി ആൾക്കാർ കാലാകാലങ്ങളായി ഈ പോരാട്ടത്തിൽ പങ്കുചേർന്നിട്ടുള്ളത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ ട്രസ്റ്റിൻ്റെ ക്ഷണം എനിക്ക് കിട്ടി. എനിക്കത് കിട്ടാനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അന്നും എൻ്റെ ബോധ്യം, ഇന്നും അത് തന്നെയാണ്. എന്നേക്കാൾ കൂടുതലായി ഒരുപക്ഷെ അത് അർഹിച്ചിരിക്കുന്ന എത്രയോ ആൾക്കാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. പക്ഷേ ഒരു ഭാഗ്യം, ഒരു നിയോഗം എന്ന രീതിയിൽ മാത്രം അതിനെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്ന, ശരിയായ മാർഗങ്ങളിൽ കൂടി ചിന്തിച്ചിരുന്ന എത്രയോ ആൾക്കാർ ഇന്ത്യ എന്ന പൊളിറ്റിക്കൽ എൻറ്റിറ്റി രൂപപ്പെടുന്നതിന് മുമ്പ്
നമ്മുടെ രാഷ്ട്രീയ ഭൂപടം ഇവിടെ തയ്യാറാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിലെ നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഭൂമി രാമൻ്റെ ഭൂമിയാണ് എന്ന് കരുതിക്കൊണ്ട് നിസ്വാർത്ഥമായി അതിനുവേണ്ടി പോരാടിയിരുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളിലോ അതല്ലാതെ ജീവിത കാലഘട്ടം അവസാനിച്ചതുകൊണ്ടോ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മാഞ്ഞുപോയ എത്രയോ ആത്മാക്കളുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്ന എൻ്റേതുൾപ്പെടെയുള്ള കണ്ണുകളിൽ കൂടി ആ ചടങ്ങ് കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അവർക്ക് വേണ്ടിയാണത് കണ്ടത് എന്നതാണ്. ഇവർക്കാർക്കും ഒരു സംഘടനയുടെയും തണലുകൾ ഉണ്ടായിരുന്നില്ല. ഇവർക്കാർക്കും ഒരു നേതാവിൻ്റെയും സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ഇവരുടെ എല്ലാവരുടെയും ചിന്ത, ഇതെൻ്റെ കർമ്മമാണ്, ഇതെൻ്റെ നിയോഗമാണ്, ഈ ധർമ്മത്തിനെ ഇങ്ങനെ ഒഴുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവായിരുന്നു. ഞാൻ കരുതുന്നത് നമുക്കുണ്ടാകേണ്ടതും ആ തിരിച്ചറിവാണ്. പല കാരണങ്ങളാൽ, അധിനിവേശ കാരണങ്ങളാൽ, രാഷ്ട്രീയ കാരണങ്ങളാൽ ഒക്കെ തന്നെ ഈ സമുദായം ചവിട്ടി അരയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിന് സായുധമായി പ്രതിഷേധിക്കുക എന്നുള്ളതല്ല മാർഗം. അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല മാർഗം. മറിച്ച് ഈ നാട്ടിലുള്ള നിയമവ്യവസ്ഥയെ അചഞ്ചലമായി വിശ്വസിക്കുക. ആത്യന്തിക വിജയം നിയമ പോരാട്ടത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ഇപ്പോൾ 1991 ഒരു നിയമമുണ്ട്. 1991 ആ നിയമം അനുസരിച്ച് നമ്മുടെ രാജ്യം സ്വതന്ത്രയായ ആ ദിവസം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ നാട്ടിലുള്ള ഒരു ആരാധനാലയത്തിൻ്റെ മതപരമായിട്ടുള്ള സ്വഭാവം എന്താണോ അതിനെ പിന്നീട് ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല എന്നാണ്. എന്നുവെച്ചാൽ 1947 ഓഗസ്റ്റ് 15 പള്ളിയായിരുന്നത് പിന്നീട് അമ്പലമാക്കാനോ അമ്പലമായിരുന്നതിനെ ഗുരുദ്വാരയാക്കാനോ ഒന്നും സാധ്യമല്ല എന്നാണ്. പക്ഷേ ആ നിയമത്തിൽ അയോധ്യ കേസിന് മാത്രം ഒരു ഇളവ് നൽകിയിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ കാശി വിഷയം നടക്കും? ഗ്യാൻവാബി എങ്ങനെ മധുര വിഷയം കോടതി സ്വീകരിക്കും? സംഭാലിൽ എങ്ങനെയാണ് ഒരു സർവേക്ക് കോടതി ഉത്തരവിടുന്നത്? അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിനോടാണ്. അദ്ദേഹത്തിന് മുന്നിലേക്ക് ഈ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, 1947 ഓഗസ്റ്റ് 15 ഉണ്ടായിരുന്ന ഒരു ആരാധനാലയത്തിൻ്റെ മതസ്വഭാവം മാറ്റാൻ പാടുള്ളതല്ല. അക്കാര്യത്തിൽ എനിക്ക് രണ്ട് അഭിപ്രായമില്ല. പക്ഷേ 1947 ഓഗസ്റ്റ് 15 എന്തായിരുന്നു ആ ആരാധനാലയത്തിൻ്റെ യഥാർത്ഥ മതസ്വഭാവം എന്ന് നിർണയിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. എന്നുവെച്ചാൽ ഇന്ന് ഏതെങ്കിലും ഒരു പള്ളിയുടെ അടിയിൽ അമ്പലമുണ്ട് എങ്കിൽ 1947 ഓഗസ്റ്റ് 15 അതവിടെ ഉണ്ടായിരുന്നു. നിങ്ങളത് അറിഞ്ഞില്ല എന്ന് മാത്രം. അത് പരക്കെ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് സർവേകൾ നടക്കുന്നത്. ആ സർവേകൾ നടക്കുമ്പോൾ നിങ്ങൾ പുതുതായിട്ട് കൊണ്ടിട്ട ഒന്നിനെ അല്ല അവിടെ കണ്ടെത്തുന്നത്. ഈ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സൗധം അത് നിലനിൽക്കുന്നതിൻ്റെ താഴെ, അതിൻ്റെ അടിത്തറയിൽ, അതിൻ്റെ അസ്ഥിവാരത്തിൽ ഇരിക്കുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് എങ്കിൽ അതിനർത്ഥം 1947 ഓഗസ്റ്റ് 15 അതവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ തിരിച്ചറിയാൻ വൈകി എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പുനഃസ്ഥാപനം സാധ്യമാണ് എന്നാണ് വന്നിരിക്കുന്നത്. കോടതിയുടെ വിധിക്കനുസരിച്ച്, കോടതികൾ പറയുന്നത് മാത്രമനുസരിച്ച് നിയമ പോരാട്ടങ്ങളിലൂടെ മുന്നിലേക്ക് പോകാൻ ഈ സമുദായത്തിന് സാധിക്കണം. അത് തീരുമാനിക്കേണ്ട, അതിൻ്റെ കസ്റ്റോഡിയനായിട്ട് വ്യക്തികളോ സംഘടനകളോ പ്രത്യേകം ഉണ്ടാകേണ്ടതില്ല. ലളിതമായിട്ടുള്ള ഒരു കാര്യം ഓർത്താൽ മതി. അയോധ്യ രാമക്ഷേത്ര വിഷയം നടക്കുന്ന സമയത്ത് അതിലെ പ്രധാനപ്പെട്ട പരാതിക്കാരൻ ആരായിരുന്നു? അതിലെ പ്രധാനപ്പെട്ട പരാതിക്കാരൻ? നിങ്ങളൊരു പക്ഷേ അന്ന് കേട്ട് കാണും, വായിച്ചു കാണും. രാം ലല്ല വിരാജ്മാൻ, കുഞ്ഞ് രാമൻ. അയോധ്യയിലെ മൂർത്തിയായ രാമനായിരുന്നു അതിലെ കക്ഷി. ഹി വാസ് റെപ്രസെൻറ്റഡ് ബൈ എ ഫേം. അത്രയേ ഉള്ളൂ. പെർപ്പച്വൽ മൈനർ ആയിരിക്കുന്ന, ജൂറിസ്റ്റിക് പേഴ്സൺ ആയിരിക്കുന്ന അവിടുത്തെ ആരാധനാമൂർത്തിയായിട്ടുള്ള കുഞ്ഞ് രാമനാണ്, ബാലകനായ രാമനാണ് പെറ്റീഷണർ. ആ രാമനാണ് പറയുന്നത്, കോടതി ഇതെൻ്റെ ഭൂമിയാണ്, ഞാൻ ഇവിടെയാണ് ജനിച്ചത്, അതെനിക്ക് തരാനായിട്ട് നിങ്ങൾ തീരുമാനിക്കണം എന്ന്. അങ്ങനെ വൈവിധ്യമാർന്ന ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളുടെയും സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലെങ്കിൽ പ്രിസൈഡിങ് ഡേറ്റി എന്ന് പറയുന്നത് പെർപ്പച്വൽ മൈനറും ജൂറിസ്റ്റിക് പേഴ്സണുമായിട്ട് നമ്മൾ ആരെങ്കിലും കരുതുമോ?
ആ രീതിയിലത്തേക്കുള്ള സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യത്തിനെ പോലും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടേത്, നമ്മുടെ നിയമങ്ങൾ പോലും. ആ സമയത്ത് നിയമ പോരാട്ടങ്ങളിലൂടെ മുന്നിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് മറ്റാരുടെയെങ്കിലും ഉത്തരവാദിത്തമാണ് എന്ന് കരുതി മാറി നിൽക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ദേവസ്വം ബോർഡുണ്ട്. ശബരിമല വിഷയത്തിലൊക്കെ തന്നെ ദേവസ്വം ബോർഡ് വാദിച്ചത് എന്താണ്? ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷന്മാരായിരുന്ന ആൾക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അവർ കോടതിയിൽ പറഞ്ഞതെന്ത്? മറ്റുള്ള സ്ഥലത്ത് പറഞ്ഞതെന്ത്? അവർക്ക് രാഷ്ട്രീയ യജമാനന്മാരുണ്ടായിരുന്നോ? ആ യജമാനന്മാരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടുമോ എന്ന് കരുതി അവർ കാത്തിരുന്നോ? അവരെ ശകാരിച്ചിരുന്നോ? അവർക്ക് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു എംബാരസ്മെൻ്റ്, ഒരു സങ്കോചമുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നോ? ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മളെ പ്രതിനിധീകരിക്കുന്ന, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുമെന്ന് നമ്മൾ കരുതുന്ന ആൾക്കാരൊക്കെയാണ് ചട്ടവിരുദ്ധമായി നമ്മൾ ഒരു ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പണം എന്തിനാണോ കൊടുക്കുന്നത് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യമുണ്ട്, എടുക്കൂ 10 കോടി. ഗുരുവായൂർ ദേവസ്വം വിശ്വാസമുള്ള ആൾക്കാരാണോ ദേവസ്വം ഭരണസമിതിയിൽ? ആരായാലും രാഷ്ട്രീയക്കാരായിക്കോട്ടെ, നോമിനികളായിക്കോട്ടെ, ഈ ആൾക്കാർ നിങ്ങളുടെ സമുദായത്തെ, നിങ്ങളുടെ ആചാരങ്ങളെ, നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കേണ്ടതില്ല, എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാവേണ്ടതില്ല എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത്. പ്രതിഫലിപ്പിക്കുന്ന ആൾക്കാരുണ്ടാകാം, പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ആൾക്കാരെ നയിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടതാണോ എന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാകണം. നമ്മുടെ രാജ്യം ഭരണഘടനാദത്തമായി പ്രിയാമ്പിളിൽ പറയുന്നത് ഉൾപ്പെടെ തന്നെ പറയുന്നത് മതേതര രാജ്യമാണെന്നാണ്. മതേതര രാജ്യമാണെങ്കിൽ മതേതരം 2 രീതിയിൽ പ്രവർത്തിക്കാം. ഒന്നുകിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാതെ മാറി നിൽക്കണം, എല്ലാ മതവിഭാഗത്തിൽ നിന്നും. അതിവിടെ ഉണ്ടോ? ഇല്ല. ഇടപെടുന്നുണ്ട് എങ്കിൽ തുല്യമായി ഇടപെടണം. എന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ഇടപെടണം, ക്രിസ്ത്യാനികളുടെ കാര്യത്തിൽ ഇടപെടണം, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം, സിഖുകാരുടെ കാര്യത്തിൽ ഇടപെടണം, എല്ലാ വിഭാഗം ആൾക്കാരുടെയും വിഷയങ്ങളിൽ ഇടപെടണം. അങ്ങനെ ഇടപെടുന്നുണ്ടോ? ഇല്ല. മതപരമായ കാര്യങ്ങൾ, ആചാരപരമായ കാര്യങ്ങൾ ഹിന്ദു വിഭാഗത്തിൻ്റെ കസ്റ്റോഡിയൻ പലപ്പോഴും ഇവരായി മാറുമ്പോൾ മറ്റു വിഭാഗങ്ങളുടേത് അവരവരുടെ രീതിയിൽ അവരവരുടെ ആൾക്കാർ നടത്തും, സഭകൾ നടത്തും, മഹല്ലുകൾ പല കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള മതേതരത്വം നമുക്കുള്ളത്? അതുകൊണ്ട് തന്നെ മതേതരമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇത് പാടില്ല. ഇനി മതരാജ്യങ്ങളുണ്ട്. ഭരണഘടനാദത്തമായി തന്നെ റിലിജിയനാണ്, ഇന്ന റിലിജിയനാണ് ഞങ്ങളുടെ സ്റ്റേറ്റ് റിലിജിയൻ എന്ന് പ്രഖ്യാപിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, ക്രിസ്തീയ രാജ്യങ്ങളുണ്ട്, ഹൈന്ദവ രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അതിനെ നിയന്ത്രിക്കുന്ന രീതിയിലത്തേക്കുള്ള നിയമനിർമ്മാണം അവിടെയാകാം. ഒരു കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു സംവിധാനം, എത്ര ഓട്ടോണമി അതിനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും പൊളിറ്റിക്കൽ യജമാനന്മാർ പറയുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം സത്യത്തിൽ ഉണ്ടാകേണ്ടത് എവിടെയാണ്? ഹിന്ദുക്കളുടേതായിട്ടുള്ള ആചാരങ്ങളും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും നോക്കുന്നതിന് സർക്കാരിൻ്റെ താല്പര്യമുള്ള ഒരു ബോഡി പ്രവർത്തിക്കേണ്ടത് എവിടെയാണ്? ഹിന്ദു രാഷ്ട്രത്തിലാണ്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടി സമ്മതിക്കുമോ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന്? സമ്മതിക്കുമോ? അല്ല. BJP ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അവരുടെ ആരോപണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ, ഹിന്ദു രാഷ്ട്രത്തിലാണ് ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങളും മറ്റു കാര്യങ്ങളും സർക്കാർ തീരുമാനിക്കേണ്ടത്. വിട്ടേക്കൂ. ചെയ്യുന്നുണ്ടോ? ഇല്ല. ഹിന്ദു രാഷ്ട്രമാക്കാൻ CPMന് താല്പര്യമുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ CPM എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡുകളെ ഡിസോൾവ് ചെയ്യാത്തത്? ചോദിക്കേണ്ട ചോദ്യമല്ലേ? നിങ്ങൾ എന്തിനാണ് ഇതിനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ്? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കെന്ത് നിർമാല്യം, നിങ്ങൾക്കെന്ത് ദീപാരാധന? അപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ വിശ്വാസമിരിക്കുക അവരായിരിക്കണം അതിൻ്റെ കസ്റ്റോഡിയൻ. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്കിനി വേണ്ട. അതെല്ലാം തന്നെ ഹിന്ദുക്കളുടേത് ഹിന്ദുക്കൾ നോക്കട്ടെ, മറ്റു മതവിഭാഗങ്ങളുടേത് അവർ നോക്കട്ടെ. എവിടെയെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും അഡ്മിനിസ്ട്രേഷനിൽ കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്, അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഇടപെടുക.
ഇടപെട്ടതിന് ശേഷം ആ കറപ്ഷൻ പരിഹരിച്ചതിന് ശേഷം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നിർവഹണം പൂർണ്ണമായും അവർക്ക് തിരികെ കൈമാറ്റം ചെയ്തതിന് ശേഷം നിങ്ങൾ ഗ്രേസ്ഫുള്ളി എക്സിറ്റ് ചെയ്യുക. അതിനു പകരം ഞങ്ങളാണ് തീരുമാനിക്കുക. ശബരിമലയിൽ ഇത്തവണ സ്പോട്ട് ബുക്കിംഗ് വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. വെർച്വൽ ക്യൂ ഒരു ദിവസം എത്ര വേണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. 18-ാം പടിക്ക് വീതി കൂട്ടണം എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. നോക്കാം, ആരോട് ചോദിച്ചിട്ട്, ആരാണ് അഭിപ്രായം പറയേണ്ടത്? പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ല. കാരണം നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നതിന് മുമ്പ്, ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ആർക്കും ദോഷമില്ലാതെ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി നിലനിന്നു പോയ ഒരു ധർമ്മമാണിത്. ആ ധർമ്മത്തിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം, ഒരഭ്യർത്ഥന മാത്രമാണ് മുന്നിലുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ സനാതനം എന്ന് പറയുന്നത്. ആ സനാതനമായി നാശമില്ലാതെ അത് നിലനിന്ന് പോരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓരോ സമയത്തും അതിൻ്റെ ഒഴുക്കിലേക്ക് നമ്മളെല്ലാവരും തന്നെ അറിയാതെ വന്നു ചേരുന്നത് കൊണ്ടാണ്. ഇനിയുള്ള കാലമെങ്കിലും അങ്ങനെ ആൾക്കാരുണ്ടായിക്കൊള്ളും എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇത് നമ്മുടെ ജന്മനിയോഗം കൂടിയാണ്. കാരണം നമ്മൾ അധാർമികമായ മാർഗങ്ങൾ തേടുന്നില്ല, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തേടുന്നില്ല, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി സ്വാഭിമാന ഹിന്ദുവിൻ്റെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ, തുല്യത നേടാൻ, കൂടുതലൊന്നും ചോദിക്കുന്നില്ലല്ലോ, തുല്യത, നീതി എന്നിവ മാത്രം പുനഃസ്ഥാപിക്കാനായി ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്കെല്ലാവർക്കും അതിനുവേണ്ടി കൂട്ടായി പരിശ്രമിക്കാം എന്നു മാത്രം കേവലം ഒരു നിർദ്ദേശം, ഒരഭ്യർത്ഥനയായി നിങ്ങളുടെ മുന്നിലേക്ക് കൂടി അത് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടേക്ക് വീണ്ടും എന്നെ ക്ഷണിച്ച ഏറ്റവും പ്രിയപ്പെട്ട പരമേശ്വരൻ നമ്പൂതിരി, ദിവാകരൻ നമ്പൂതിരി, ശ്രീശിവൻ, എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഓം ശ്രീമാത്രേ നമ. ഓം ഗം ഗണപതിയെ നമ. ലളിതമായ ഒരു ചടങ്ങ് കൂടി ഇപ്പോൾ നടക്കുകയാണ്. പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസ് എല്ലാ മാസവും ഭാരതത്തിലുടനീളം നടത്തപ്പെടുന്ന നിരവധി തീർത്ഥയാത്രകൾക്കൊപ്പം അവിരാമം തിരുപ്പതി ദർശനം എന്ന പേരിൽ മാസത്തിൽ ഒരു തിരുപ്പതി യാത്ര കൃത്യമായി നടത്തി വരികയാണ്. അവിരാമം പുതിയതായി മൂകാംബിക ദർശനം എന്ന പേരിൽ എല്ലാ മാസവും മൂകാംബിക യാത്ര കൂടി ആരംഭിക്കുകയാണ്. ഈ വേദിയിൽ വെച്ച് മള്ളിയൂർ മഹാഗണപതിയുടെ സന്നിധിയിലെ അനുഗ്രഹത്താൽ പ്രശസ്ത ചാനൽ സംവാദകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ പുതിയ യാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നു. അത് നിർവഹിക്കുന്നു. ശ്രീ ശ്രീജിത്ത് പണിക്കരെയും ആദിത്യ ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ബിജു കൊല്ലപ്പള്ളിയെയും ക്ഷണിക്കുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ ഉദ്ഘാടന കർമ്മം വേദിയിൽ നടക്കുകയാണ്. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മയെല്ലാം അനുഗ്രഹിക്കുവാൻ എത്തിച്ചേർന്ന 104ാമത് ഭാഗവത ഹംസജയന്തി ആഘോഷത്തോടനുബന്ധിച്ചുള്ള അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രവേദിയെ വാക്കുകളെ കൊണ്ട് അനുഗ്രഹിച്ച ആദരണീയനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, അദ്ദേഹത്തിന് മള്ളിയൂരിൻ്റെ ആദരവ് പൂജനീയ ഭാഗവത കഥാഗോകുലം നൽകുന്നു. ഇനിയും ഈ വേദിയിലേക്ക് എത്തിച്ചേർന്ന് ഭക്തജനങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ അങ്ങ് വീണ്ടും വീണ്ടും എത്തിച്ചേരണം എന്ന പ്രാർത്ഥനയോടുകൂടി മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിനു വേണ്ടി അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ എന്ന മഹാനുഭവന് നൽകുകയാണ്. നന്ദി.